ഹലോ സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് റിയൽ അനാലിസിസ് പേപ്പറിലെ ഫസ്റ്റ് മൊഡ്യൂളിലെ ചാപ്റ്റർ 5 സെക്ഷൻ 5.1 കണ്ടിന്യൂസ് ഫങ്ഷൻസിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ സെക്ഷനിൽ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കണ്ടിന്യൂസ് ഫങ്ഷൻ്റെ ബേസിക് ഡെഫിനേഷനാണ്. ഡെഫിനേഷൻ 5.1.1. Let A is a subset of R, let F is a function from A to R, and let C belongs to A. We say that F is continuous at C if given any number epsilon greater than 0, there exists delta greater than 0 such that if x is any point of A satisfying mod x minus C less than delta, then mod f of x minus f of C less than epsilon. ഇവിടെ പറയുന്നത് ഏതൊരു എപ്സിലോൺ നമുക്ക് തന്നു കഴിഞ്ഞാലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഡെൽറ്റ നൈബർഹുഡ് എനിക്ക് സിക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റണം. സിക്ക് ഒരു ഡെൽറ്റ നൈബർഹുഡ് എനിക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റണം. ഓക്കെ, ഈ ഡെൽറ്റ നൈബർഹുഡിലുള്ള എല്ലാ എക്സുകൾക്കും ആ എക്സിൻ്റെ ഒരു കണ്ടീഷൻ കൂടെ നമ്മൾ പറയുന്നത് എക്സ് ഈസ് എനി പോയിന്റ് ഓഫ് എ. ഓക്കെ, എക്സ് എയിലുണ്ടായിരിക്കും വേണം, ഒപ്പം തന്നെ സിയുടെ നൈബർഹുഡിലുണ്ടായിരിക്കും വേണം. അങ്ങനെയുള്ള എല്ലാ എക്സുകളുടെയും ഫങ്ഷൻ വാല്യൂ എഫ് ഓഫ് സിയുടെ എപ്സിലോൺ നൈബർഹുഡിൻ്റെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ ഫങ്ഷൻ സി എന്ന് പറയുന്ന പോയിന്റിൽ കണ്ടിന്യൂസ് ആണെന്ന് പറയും. ഓക്കെ, ഇനി ഡിസ്കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഫങ്ഷൻ്റെ ഗ്രാഫ് നമുക്ക് നോക്കാം. ഈ ഫങ്ഷൻ 1 എന്ന് പറയുന്ന പോയിന്റിൽ എന്താണ്? ഡിസ്കണ്ടിന്യൂസ് ആണ്. അതെങ്ങനെ പറയാം? എഫ് ഓഫ് 1ൻ്റെ വാല്യൂ 2 ആണ്. 2ൻ്റെ ഒരു എപ്സിലോൺ നൈബർഹുഡ് എടുക്കുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഡെൽറ്റ നൈബർഹുഡ് ഓഫ് 1 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ദെൻ ആ ഡെൽറ്റ നൈബർഹുഡ് ഓഫ് 1ലെ എല്ലാ എക്സുകളുടെ വാല്യൂസ് എന്ത് ചെയ്യുന്നില്ല? ഈ 2ൻ്റെ എപ്സിലോൺ നൈബർഹുഡിൻ്റെ ഉള്ളിൽ വരുന്നില്ല. 1ൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള എല്ലാ എക്സുകളുടെ വാല്യൂ 2ൻ്റെ എപ്സിലോൺ നൈബർഹുഡിൻ്റെ പുറമെയാണ് വരുന്നത്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഈ ഫങ്ഷൻ 1 എന്ന് പറയുന്ന പോയിന്റിൽ എന്തല്ല? കണ്ടിന്യൂസ് അല്ല. ഇഫ് എഫ് ഫെയിൽസ് ടു ബി കണ്ടിന്യൂസ് അറ്റ് സി, ദെൻ വി സേ ദാറ്റ് എഫ് ഈസ് ഡിസ്കണ്ടിന്യൂസ് അറ്റ് സി. തിയറം 5.1.2. A function f from A to R is continuous at a point C belongs to A if and only if given any epsilon neighborhood V epsilon of f of C, there exists a delta neighborhood V delta of C such that if x is any point of A intersection V delta of C, then f of x belongs to V epsilon of f of C. That is, f of A intersection V delta of C is a subset of V epsilon of f of C. അപ്പോൾ എന്താണ് പറയുന്നത്? എഫ് എന്ന് പറയുന്ന ഫങ്ഷൻ സി എന്ന് പറയുന്ന പോയിന്റിൽ കണ്ടിന്യൂസ് ആണെങ്കിൽ ഏതൊരു എപ്സിലോൺ നൈബർഹുഡ് ഓഫ് എഫ് ഓഫ് സി എടുത്തു കഴിഞ്ഞാലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എനിക്കൊരു ഡെൽറ്റ നൈബർഹുഡ് ഓഫ് സി കണ്ടുപിടിക്കാനായിട്ട് പറ്റും. സച്ച് ദാറ്റ് എക്സ് ഈസ് എനി പോയിന്റ് ഓഫ് എ ഇൻ്റർസെക്ഷൻ വി ഡെൽറ്റ ഓഫ് സി, ദെൻ എഫ് ഓഫ് എക്സ് ബിലോങ്സ് ടു വി എപ്സിലോൺ ഓഫ് എഫ് ഓഫ് സി. അതായത് എ ഇൻ്റർസെക്ഷൻ വി ഡെൽറ്റ ഓഫ് സിയിലെ എല്ലാ എക്സുകളുടെയും വാല്യൂസും എഫ് ഓഫ് സിയുടെ എപ്സിലോൺ നൈബർഹുഡിൻ്റെ ഉള്ളിൽ ഉണ്ടായിരിക്കും. കണ്ടിന്യൂസ് ആണെങ്കിൽ ഈ എപ്സിലോൺ ഡെൽറ്റ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. അതുപോലെ തന്നെ ഈ എപ്സിലോൺ ഡെൽറ്റ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫങ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് പറയാം. ഒരു ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷനാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ്. നെക്സ്റ്റ് ഈസ് റിമാർക്സ്. ഫസ്റ്റ് വൺ, if C belongs to A is a cluster point of A, then 3 conditions must hold for F to be continuous at C. First one, F must be defined at C. The limit of F at C must exist in R. These two values must be equal. That is, F is continuous if and only if limit extends to C, F of x equal to F of C. ഒരു സെറ്റ് എയുടെ ക്ലസ്റ്റർ പോയിൻ്റാണ് സി എന്ന് പറയണമെങ്കിൽ സിയുടെ ഏതൊരു നൈബർഹുഡ് എടുത്തു കഴിഞ്ഞാലും ആ നൈബർഹുഡിൻ്റെ ഉള്ളിൽ സി അല്ലാത്ത എയിലത്തെ വേറെ എലമെൻറ്റ്സ് അതിലുണ്ടായിരിക്കണം. അങ്ങനെയാണ് നമ്മൾ സി എന്ന് പറയുന്ന പോയിൻ്റ് എ എന്ന് പറയുന്ന സെറ്റിൻ്റെ ക്ലസ്റ്റർ പോയിൻ്റാണെന്ന് പറയും. ഇങ്ങനെയുള്ള ഒരു പോയിന്റിൽ ഫങ്ഷൻ കണ്ടിന്യൂസ് ആകാനുള്ള 3 കണ്ടീഷൻസാണ് പറഞ്ഞത്. അപ്പോൾ എഫ്
സി എന്ന് പറയുന്ന ക്ലസ്റ്റർ പോയിന്റിൽ കണ്ടിന്യൂസ് ആണെങ്കിൽ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് സി ആയിരിക്കും. ഒരു ഇഫ് ആൻഡ് ഓൺലി കണ്ടീഷനാണ്. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് സി ആണെങ്കിൽ എഫ് സി എന്ന് പറയുന്ന പോയിന്റിലും കണ്ടിന്യൂസ് ആയിരിക്കും. നെക്സ്റ്റ് ഈസ് if C is not a cluster point of A, then there exists a V delta of C such that A intersection V delta of C equal to set C. Thus, for any epsilon greater than 0, we can take this as delta. Therefore, only the point x equal to C satisfy the condition mod x minus C less than delta. Thus, mod f of x minus f of c equal to mod f of c minus f of c equal to 0 less than epsilon. Hence, c is not a cluster point. The function f is automatically continuous at c. എന്താ പറയുന്നത്? ഫങ്ഷൻ ഐസൊലേറ്റഡ് പോയിൻറ്റ്സിൽ എപ്പോഴും കണ്ടിന്യൂസ് ആയിരിക്കും. സി എന്ന് പറയുന്ന പോയിൻ്റ് ക്ലസ്റ്റർ പോയിൻ്റ് അല്ല എങ്കിൽ അതെന്തായിരിക്കും? ഒരു ഐസൊലേറ്റഡ് പോയിൻ്റ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ സിക്ക് ഒരു ഡെൽറ്റ നൈബർഹുഡ് എനിക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. വി ഡെൽറ്റ ഓഫ് സി, ദെൻ എ ഇൻ്റർസെക്ഷൻ വി ഡെൽറ്റ ഓഫ് സിയിൽ സി എന്ന് പറയുന്ന പോയിൻ്റ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഏതൊരു എപ്സിലോൺ എടുത്തു കഴിഞ്ഞാലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഞാൻ ഈ ഡെൽറ്റ ചൂസ് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ കണ്ടിന്യൂസ് ഫംഗ്ഷൻ്റെ ഡെഫിനേഷൻ എന്തായിരുന്നു? ഏതൊരു എപ്സിലോൺ എടുത്തു കഴിഞ്ഞാലും അതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു ഡെൽറ്റ നൈബർഹുഡ് ഓഫ് സി എനിക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റണം. such that if any point x belongs to A intersection V delta of C mod x minus C less than delta, then mod f of x minus f of c less than epsilon ആയിരിക്കണം. അപ്പോൾ ഇവിടെ A intersection V delta of Cയിൽ ആര് മാത്രമേ ഉള്ളൂ? സെറ്റ് സി മാത്രമേ ഉള്ളൂ. അതായത് സി എന്ന് പറയുന്ന പോയിന്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ സി മാത്രം എന്ത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മതി? എപ്സിലോൺ ഡെൽറ്റ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മതി. അതുവരെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, ദസ് മോഡ് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് സി ഈക്വൽ ടു എക്സ് ആയിട്ട് ഇവിടെ ആര് മാത്രമേ ഉള്ളൂ? സി മാത്രമേ ഉള്ളൂ. സോ മോഡ് എഫ് ഓഫ് സി മൈനസ് എഫ് ഓഫ് സി ഈക്വൽ ടു 0, വിച്ച് ഈസ് ഓൾവേസ് ലെസ് ദാൻ എപ്സിലോൺ. ഹെൻസ് സി ഈസ് നോട്ട് എ ക്ലസ്റ്റർ പോയിന്റ്. ദ ഫംഗ്ഷൻ എഫ് ഈസ് ഓട്ടോമാറ്റിക്കലി കണ്ടിന്യൂസ് അറ്റ് സി. അപ്പോൾ നമുക്ക് ഇവിടുന്ന് എന്ത് മനസ്സിലായി? ഒരു ഫംഗ്ഷൻ ക്ലസ്റ്റർ പോയിന്റിൽ കണ്ടിന്യൂസ് ആവണമെങ്കിൽ എന്താണ്? ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് സി ആയിരിക്കും. ഒരു ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷനാണ്. ഓക്കെ, ഇനി ക്ലസ്റ്റർ പോയിന്റ് അല്ല എങ്കിലോ? ആ പോയിന്റിൽ എപ്പോഴും ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിരിക്കും. ഇതിൽ നിന്ന് ഒരു കാര്യം കൂടി നമുക്ക് പറയാനായിട്ട് പറ്റും. ഒരു ഫംഗ്ഷൻ്റെ ഡിസ്കണ്ടിന്യൂറ്റി ആ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഡൊമെയിൻ സെറ്റിൻ്റെ ക്ലസ്റ്റർ പോയിൻറ്റ്സിലായിരിക്കും ഉണ്ടായിരിക്കാം. ഐസൊലേറ്റഡ് പോയിൻറ്റ്സിൽ ഓൾവേസ് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. അങ്ങനെയെങ്കിൽ ഒരു ഫംഗ്ഷൻ്റെ ഡിസ്കണ്ടിന്യൂറ്റി എവിടെയേ വരാൻ പറ്റുള്ളൂ? ആ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഡൊമെയിൻ സെറ്റിൻ്റെ ക്ലസ്റ്റർ പോയിൻറ്റ്സിൽ മാത്രമേ വരുള്ളൂ. നെക്സ്റ്റ് ഈസ് സീക്വൻഷ്യൽ ക്രൈറ്റീരിയൻ ഫോർ കണ്ടിന്യൂറ്റി. A function f from A to R is continuous at the point C belongs to A if and only if for every sequence xn in A that converges to C, the sequence f of xn is converges to f of C. ഫംഗ്ഷൻ സി എന്ന് പറയുന്ന പോയിന്റിൽ കണ്ടിന്യൂസ് ആണെങ്കിൽ സിയിലേക്ക് കൺവേർജ് ചെയ്യുന്ന ഏതൊരു സീക്വൻസ് എക്സൻ ഇൻ എയിൽ എടുത്തു കഴിഞ്ഞാലും അവരുടെ ഫംഗ്ഷൻ വാല്യൂസിൻ്റെ സീക്വൻസ് എവിടേക്ക് കൺവേർജ് ചെയ്യും? എഫ് ഓഫ് സിയിലേക്ക് കൺവേർജ് ചെയ്യും. തിരിച്ചും നമുക്ക് പറയാം, സിയിലേക്ക് കൺവേർജ് ചെയ്യുന്ന ഏതൊരു സീക്വൻസ് എടുക്കുമ്പോഴും അവരുടെ ഫംഗ്ഷൻ വാല്യൂസിൻ്റെ സീക്വൻസ് എഫ് ഓഫ് സിയിലേക്ക് കൺവേർജ് ചെയ്യുന്നുണ്ടെങ്കിൽ സി എന്ന് പറയുന്ന പോയിന്റിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. നെക്സ്റ്റ്, discontinuity criterion. Let A is a subset of R, let F is a function from A to R, and let C belongs to A. Then F is discontinuous at C if and only if there exists a sequence xn in A such that xn converges to C but the sequence f of xn does not converges to f of C. ഇവിടെ എന്താ പറയുന്നത്? സി എന്ന് പറയുന്ന പോയിന്റിൽ ഫംഗ്ഷൻ ഡിസ്കണ്ടിന്യൂസ് ആണെങ്കിൽ ദർ എക്സിസ്റ്റ് എ സീക്വൻസ്.
നമുക്കൊരു അറ്റ്ലീസ്റ്റ് ഒരു സീക്വൻസ് എക്സ് എൻ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. എക്സ് എൻ എവിടേക്ക് കൺവേർജ് ചെയ്യുന്നതാണ്? ഈ സി എന്ന് പറയുന്ന പോയിന്റിലേക്ക് കൺവേർജ് ചെയ്യുന്നതാണ്. പക്ഷേ ഈ സീക്വൻസിലെ ഓരോ ടേംസിനെയും ഫംഗ്ഷൻ വാല്യൂസിൻ്റെ സീക്വൻസ് എടുക്കുമ്പോൾ ആ സീക്വൻസ് എവിടേക്ക് കൺവേർജ് ചെയ്യുന്നുണ്ടാവില്ല? എഫ് ഓഫ് സിയിലേക്ക് കൺവേർജ് ചെയ്യില്ല. തിരിച്ചും നമുക്ക് പറയാനായിട്ട് പറ്റും, ഒരു സീക്വൻസ് എക്സ് എൻ കൺവേർജസ് ടു സി ആയിട്ട് എനിക്ക് കിട്ടുന്നുണ്ട്, ദെൻ ദെയർ ഫംഗ്ഷൻ വാല്യൂസിൻ്റെ സീക്വൻസ് എഫ് ഓഫ് സിയിലേക്ക് കൺവേർജ് ചെയ്യുന്നില്ല എങ്കിൽ സി എന്ന് പറയുന്ന പോയിന്റിൽ ഫംഗ്ഷൻ ഡിസ്കണ്ടിന്യൂസ് ആയിരിക്കും. നെക്സ്റ്റ് ഈസ് ഡെഫിനിഷൻ 5.1.5. Let A is a subset of R. Let F is a function from A to R. If B is a subset of A, we say that F is continuous on the set B if F is continuous at every point of B. എന്താ പറയുന്നത്? ഒരു ഫംഗ്ഷൻ ഡൊമെയിൻ സെറ്റ് എയിൽ നിന്ന് ആറിലേക്ക് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ആ ഡൊമെയിൻ സെറ്റിൻ്റെ ഒരു സബ്സെറ്റ് ബിയിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് പറയണമെങ്കിൽ സെറ്റ് ബിയിലെ എല്ലാ പോയിൻറ്റ്സിലും ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിരിക്കണം. അപ്പോൾ നമ്മൾ എന്ത് പറയും? എഫ് ഇസ് കണ്ടിന്യൂസ് ഓൺ ദ സെറ്റ് ബി എന്ന് പറയും. നെക്സ്റ്റ് കുറച്ച് എക്സാമ്പിൾസ് ആണ്. കണ്ടിന്യൂസ് ഫംഗ്ഷൻസിൻ്റെ എക്സാമ്പിൾസും ഡിസ്കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫംഗ്ഷൻ്റെ എക്സാമ്പിളാണ്. ഫസ്റ്റ് വൺ, ദ കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ബി ഈസ് കണ്ടിന്യൂസ് ഓൺ ആർ. നമുക്ക് എഫ് ഈസ് കണ്ടിന്യൂസ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു സി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് സി വെച്ചിട്ട് എന്ത് ചെയ്യാം? ഈ ഫസ്റ്റ് 4 കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് പ്രൂവ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. ഓക്കെ, ദെൻ സെക്കൻഡ് വൺ, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ഈസ് കണ്ടിന്യൂസ് ഓൺ ആർ. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ഈസ് കണ്ടിന്യൂസ് ഓൺ ആർ. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1/x ഈസ് കണ്ടിന്യൂസ് ഓൺ എ സെറ്റ് എക്സ് ബിലോങ്സ് ടു ആർ എക്സ് ഗ്രേറ്റർ ദാൻ 0. Fifth one, f of x equal to 1/x is not continuous at 0. എന്തുകൊണ്ട് കണ്ടിന്യൂസ് അല്ലാത്ത 0ൽ? 0 എന്ന് പറയുന്ന പോയിന്റിൽ ഫംഗ്ഷൻ എന്തല്ല? ഡിഫൈൻഡ് അല്ല. 1/0 നോട്ട് ഡിഫൈൻഡ് ആണ്. നെക്സ്റ്റ്, ദ സിഗ്നം ഫംഗ്ഷൻ ഈസ് നോട്ട് കണ്ടിന്യൂസ് അറ്റ് 0. സിഗ്നം ഫംഗ്ഷൻ്റെ ഗ്രാഫാണ് ഈ കൊടുത്തിരിക്കുന്നത്. 0 എന്ന് പറയുന്ന പോയിന്റിൽ ഫംഗ്ഷൻ ഡിഫൈൻഡ് ആണ്. പക്ഷേ ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു 0 എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്തല്ല? ഡിഫൈൻഡ് അല്ല. അതുകൊണ്ട് 0 എന്ന് പറയുന്ന പോയിന്റിൽ ഫംഗ്ഷൻ ഡിസ്കണ്ടിന്യൂസ് ആണ്. നെക്സ്റ്റ് ഈസ് ഡിറിക്ലെറ്റ് ഫംഗ്ഷൻ. ഡിറിക്ലെറ്റ് ഫംഗ്ഷൻ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തേക്കുന്നത് നമുക്ക് നോക്കാം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സെറ്റ് 1 വെൻ എക്സ് ഈസ് റാഷണൽ, 0 വെൻ എക്സ് ഈസ് ഇറാഷണൽ. ഈ ഫംഗ്ഷൻ നോവർ കണ്ടിന്യൂസ് ആണ്. ദിസ് ഫംഗ്ഷൻ ഈസ് ഡിസ്കണ്ടിന്യൂസ് ഓൺ ആർ. ഡിസ്കണ്ടിന്യൂസ് ആണ് നമ്മളിവിടെ എങ്ങനെ തെളിയിക്കുന്നത്? സീക്വൻഷ്യൽ ക്രൈറ്റീരിയൻ വെച്ചിട്ടാണ് പ്രൂവ് ചെയ്യുന്നത്. നോക്കാം. ലെറ്റ് സി ഈസ് എ റാഷണൽ നമ്പർ എഫ് ഓഫ് സി ഈക്വൽ ടു 1. ഓക്കെ, നമ്മൾ പ്രൂഫ് ചെയ്യുന്നത് എങ്ങനെയാണ്? നമുക്ക് ഡിസ്കണ്ടിന്യൂസ് ആണെന്നാണ് കാണിക്കേണ്ടത്. അപ്പോൾ എന്ത് കണ്ടുപിടിച്ചാൽ മതി? ഒരു സീക്വൻസ് എക്സ് എൻ കൺവേർജസ് ടു ദാറ്റ് പോയിൻറ്റ്. ദെൻ ആ സീക്വൻസിൻ്റെ ഓരോ ടേംസിനെയും ഫംഗ്ഷൻ വാല്യൂസിൻ്റെ സീക്വൻസ് എവിടേക്ക് കൺവേർജ് ചെയ്യുന്നില്ല എന്ന് കാണിച്ചാൽ മതി. എഫ് ഓഫ് സിയിലേക്ക് കൺവേർജ് ചെയ്യുന്നില്ല എന്ന് കാണിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ പ്രൂഫ് നോക്കാം. ലെറ്റ് സി ഈസ് എ റാഷണൽ നമ്പർ. എഫ് ഓഫ് സി ഈക്വൽ ടു 1 ആയിരിക്കും. അപ്പോൾ കൺസിഡർ ദ സീക്വൻസ് എക്സ് എൻ ഓഫ് ഇറാഷണൽ നമ്പേഴ്സ് ദാറ്റ് കൺവേർജസ് ടു സി. ഒരു റാഷണൽ നമ്പേഴ്സിൻ്റെ സീക്വൻസ് ഒരു റാഷണൽ നമ്പറിലേക്ക് കൺവേർജ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ ഒരു സീക്വൻസ് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റി. ഇനി ആ ഓരോ സീക്വൻസിലെയും ഓരോ ടേംസ് എന്താണ്? ഇറാഷണൽ നമ്പേഴ്സാണ്. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് എക്സ് ഇൻ ഈക്വൽ ടു 0 ഫോർ ഓൾ എൻ ആയിരിക്കും. അതായത് 0 0 0 എന്ന് പറയുന്ന സീക്വൻസ് ആണ് നമുക്ക് കിട്ടുന്നത്. ആ സീക്വൻസ് എവിടേക്ക് കൺവേർജ് ചെയ്യില്ല? 1 എന്ന് പറയുന്ന പോയിന്റിലേക്ക് കൺവേർജ് ചെയ്യില്ല. ഇതെവിടേക്ക് കൺവേർജ് ചെയ്യുക? 0 എന്ന് പറയുന്ന പോയിന്റിലേക്കാണ് കൺവേർജ് ചെയ്യുക. നമുക്ക് എന്ത് പറയാം? എഫ് ഓഫ് എക്സ് എൻ ഡസ് നോട്ട് കൺവേർജസ് ടു എഫ് ഓഫ് സി ഈക്വൽ ടു 1. Therefore, f of x is not continuous at rational numbers. ഇതുപോലെ തന്നെ നമുക്ക് റാഷണൽ നമ്പേഴ്സിൻ്റെ കേസും പ്രൂവ് ചെയ്യാം. Let k is an irrational number, f of k equal to 0.
Consider the sequence xn of rational numbers that converges to k. f of xn equal to 1 for all n. അപ്പോൾ ആ സീക്വൻസ് എങ്ങനെ വരും? 1 1 എക്സെട്ര. ദി സീക്വൻസ് ഈസ് കൺവേർജസ് ടു 1 ആണ്. സോ ബട്ട് ഇറ്റ് ഡസ് നോട്ട് കൺവേർജസ് ടു 0. അതായത് റാഷണൽ നമ്പേഴ്സിൻ്റെ സീക്വൻസ് ഞാൻ എടുത്തു, ഒരു റാഷണൽ നമ്പർ ആയിട്ടുള്ള കെയിലേക്ക് കൺവേർജ് ചെയ്യുന്നത്. ആ റാഷണൽ നമ്പേഴ്സിൻ്റെ സീക്വൻസിൽ ഓരോ ടേംസിൻ്റെ ഫംഗ്ഷൻ വാല്യൂസ് എന്താണ്? 1 ആണ് വരുന്നത്. അപ്പോൾ 1 1 1 എന്ന് പറയുന്ന സീക്വൻസ് എവിടേക്കാണ് കൺവേർജ് ചെയ്യുക? 1 എന്ന് പറയുന്ന പോയിന്റിലേക്കാണ് കൺവേർജ് ചെയ്യുന്നത്. നമുക്ക് വേണ്ടത് 0ലേക്ക് കൺവേർജ് ചെയ്യണമെന്നായിരുന്നു, പക്ഷേ സീക്വൻസ് എങ്ങോട്ടേക്കാണ് കൺവേർജ് ചെയ്യുന്നത്? 1ലേക്കാണ് കൺവേർജ് ചെയ്യുന്നത്. സോ എഫ് ഓഫ് എക്സ് എൻ does not converges to f of k equal to 0. Therefore, f of x is not continuous at rational numbers. അപ്പോൾ ഇനി ഈ സെക്ഷനിൽ ഒരു ഫംഗ്ഷൻ കൂടെ നമുക്ക് പരിചയപ്പെടാനുണ്ട്, തോമായ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ പ്രൂഫും കൂടെ നമുക്ക് നോക്കാനുണ്ട്. ദെൻ 2 റിമാർക്സും ഉണ്ട്, എക്സാമ്പിൾസും ഉണ്ട്. അതോടുകൂടെ ഈ സെക്ഷൻ അവസാനിക്കും. അപ്പോൾ ഇന്നെടുത്ത കാര്യങ്ങൾ വായിച്ച് നോക്കുക, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. Thank you.